എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 62-ാമത്തെ സർഗത്തിൽ 22 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ശുനശേപൻ വിശ്വാമിത്രൻ്റെ ഉപദേശം അല്ലെങ്കിൽ മന്ത്രം സ്വീകരിച്ചിട്ട് അംബരീഷ മഹാരാജാവിൻ്റെ അടുത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. അതിനു മുമ്പ് വിശ്വാമിത്രൻ തൻ്റെ പുത്രന്മാരെ ഈ ഒരു ശുനശേപന് വേണ്ടിയിട്ട് തൻ്റെ മക്കളോട് അവരവരുടെ ജീവൻ കളയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു, ബലി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അവർ സമ്മതിച്ചില്ല. അവരെയൊക്കെ ശിവഭക്ഷന്മാരായിട്ട്, പട്ടിയുടെ മാംസം തിന്നുന്നവരായിട്ട് അവരെയൊക്കെ ശപിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് വിശ്വാമിത്രൻ ചെയ്തത്. അതിനുശേഷമാണ് 2 മന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് എന്താണ് ശുനശേപൻ ചെയ്യണത് എന്ന് നോക്കാം. ആദ്യം 22-ാമത്തെ ശ്ലോകം നോക്കാം. രാജസിംഹ മഹാബുദ്ധേ ശീഘ്രം ഗച്ഛാമഹേ വയം നിർവർത്തയസ്വ രാജേന്ദ്ര ദീക്ഷാം ച സമുപാഹര. വേഗം തന്നെ ശുനശേപൻ രാജാവിനോട്, അംബരീഷനോട് വന്നിട്ട് പറയാണ്, രാജസിംഹ മഹാബുദ്ധേ ശീഘ്രം ഗച്ഛാമഹേ വയം. അല്ലയോ മഹാരാജാവേ, രാജസിംഹം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായിട്ടുള്ള രാജാവേ, നമുക്ക് മഹാബുദ്ധിയാണ്, മഹാബുദ്ധിശാലിയായിട്ടുള്ള അല്ലയോ മഹാരാജാവേ, വയം ശീഘ്രം ഗച്ഛാമഹേ, നമുക്കിവിടെ നിന്ന് വേഗം കൊട്ടാരത്തിലേക്ക് പോകാം, അങ്ങയുടെ കൊട്ടാരത്തിലേക്ക്, അയോധ്യയിലേക്ക് പോവാം. എന്നിട്ട് എന്ത് ചെയ്യാം? അല്ലയോ രാജേന്ദ്ര, ദീക്ഷാം സമുപാഹര യജ്ഞം നിർവർത്തയസ്വച്ച. വേഗം തന്നെ കൊട്ടാരത്തിലെത്തിയിട്ട് യജ്ഞദീക്ഷ സ്വീകരിക്കുക, ഒപ്പം തന്നെ യജ്ഞം ചെയ്തു തീർക്കുക. എത്രയും പെട്ടെന്നാണെങ്കിൽ അത്രയും പെട്ടെന്ന് ഞാൻ തയ്യാറാണ് എന്ന് ആ ബാലകൻ ശുനശേപൻ, ബാലകനായിട്ടുള്ള ശുനശേപൻ രാജാവ് അംബരീഷനോട് വന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ യാഗം ആരംഭിക്കണം, ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചു. എന്നിട്ട് എന്താ ചെയ്തത് നോക്കാം. 23-ാമത്തെ ശ്ലോകം. തദ്വാക്യം ഋഷിപുത്രസ്യ ശ്രുത്വാ ഹർഷസമന്വിത ജഗാമ നൃപതി ശീഘ്രം യജ്ഞവാടമതന്ത്രിത. ഋഷിപുത്രസ്യ തദ്വാക്യം ശ്രുത്വ. ഋഷിപുത്രൻ, ഋചീകന്റെ പുത്രനായിട്ടുള്ള ശുനശേപൻ അങ്ങനെ പറയണത് കേട്ടപ്പോൾ, ഋഷിപുത്രന്റെ വാക്യങ്ങൾ കേട്ടിട്ട് ഹർഷസമന്വിത നൃപതി, വളരെ സന്തോഷവാനായിട്ടുള്ള രാജാവ് അംബരീഷൻ, യാഗം വേഗം ചെയ്യാനാണല്ലോ പറയണത്, അതിൽ തന്നെ വളരെയധികം സന്തുഷ്ടനായി തീർന്ന രാജാവ് അതന്ത്രിത ശീഘ്രം യജ്ഞവാടം ജഗാമ. മടിയൊക്കെ മാറ്റി വച്ചിട്ട് ഉച്ചയ്ക്ക് കുറച്ചു നേരം വിശ്രമിക്കാനൊക്കെ ആയിട്ടാണല്ലോ പുഷ്കരം എന്ന് പറഞ്ഞ തീർത്ഥത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്നത്. അതൊക്കെ മതിയാക്കി എത്രയും പെട്ടെന്ന് യജ്ഞം തീർക്കുന്നതിന്, യജ്ഞദീക്ഷ ചെയ്ത് യജ്ഞം അവസാനിപ്പിക്കുന്നതിന് മനസ്സുകൊണ്ട് തയ്യാറായി വേഗം തന്നെ തൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ഈ ശുനശേപൻ പറഞ്ഞതോടു കൂടിയിട്ട് പിന്നെ എല്ലാം വേഗത്തിലായി. നൃപതിക്ക് വളരെയധികം സന്തോഷമായി. അതിനുശേഷം 24-ാമത്തെ ശ്ലോകം. സദസ്യ അനുമതേ രാജാ പവിത്രകൃതലക്ഷണം പശും രക്താംബരം കൃത്വാ യൂപേ തം സമബന്ധയത്. അങ്ങനെ അവിടെ വന്നിട്ട് അവിടെ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ്. യജ്ഞപശുവിനെ കിട്ടേണ്ട താമസമല്ലേ ഉള്ളൂ. അങ്ങനെ യജ്ഞപശുവായിട്ട് ശുനശേപൻ വന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു? സദസ്യ അനുമതേ രാജ, ആ രാജാവിൻ്റെ സദസ്സ്, അതായത് യാഗം ചെയ്യാൻ ഉള്ള ദിക്കിൽ, യാഗ ഭൂമിയിൽ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾ, അവരെയാണ് ഇപ്പോൾ സദസ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അവരുടെ അനുമതി കിട്ടിയതോടു കൂടിയിട്ട് രാജാവ് എന്ത് ചെയ്തു? പവിത്രകൃതലക്ഷണം പശും രക്താംബരം കൃത്വ യൂപേ തം സമബന്ധയത്. തം പശും, ആ പശുവിനെ, അപ്പോൾ പിന്നെ ശുനശേപൻ എന്ന് പറഞ്ഞ ആളില്ല, യജ്ഞപശു മാത്രമായി തീർന്നു. ആ യജ്ഞപശുവായിട്ടുള്ള ശുനശേപനെ പവിത്രകൃതലക്ഷണം ദർഭക്കയറ് വെച്ച് പിരിച്ച് കെട്ടിയിട്ട്, ദർഭ പിരിച്ച് കയറാക്കിയിട്ട് അതുകൊണ്ട് ആ വൈഷ്ണവം യൂപുണ്ടല്ലോ അതിൽ പിടിച്ച് കെട്ടി, മാത്രമല്ല രക്താംബരം, ചുവപ്പ് നിറമുള്ളതായിട്ടുള്ള വസ്ത്രമൊക്കെ ഉടുപ്പിച്ചിട്ട് ഒരു യജ്ഞപശു ആക്കിയിട്ട് യൂപേ തം സമബന്ധയത്, പവിത്രകൃതലക്ഷണം യൂപേ തം സമബന്ധയത്, ആ യൂപത്തിൽ ദർഭ കൊണ്ടുണ്ടാക്കിയ കയറുകൊണ്ട്, ചരടുകൊണ്ട് ആ ബാലകനെ പിടിച്ച് കെട്ടിയിടുകയും ചെയ്തു. വൈഷ്ണവം യൂപം, അതിലാണ് കെട്ടിയിട്ടത്. ചുവന്ന വസ്ത്രങ്ങളൊക്കെ ഇടിയിപ്പിച്ചിട്ട് അങ്ങനെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. സബദ്ധോ വാഗ്ഭിരഗ്രാഭിരഭിദുഷ്ടാവ വൈസുരോ
ഇന്ദ്രമിന്ദ്രാനുജം ചൈവ യഥാവൻ മുനിപുത്രക. ആ മുനിപുത്രകൻ, മുനിയുടെ പുത്രൻ, വളരെ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ടാണ് പുത്രകൻ എന്നൊക്കെ പറഞ്ഞത്. ആ ശുനശേപനെ എപ്പോഴാണോ കെട്ടിയിട്ടത് ആ സമയത്ത് ബദ്ധ മുനിപുത്രക, ആ യൂപത്തിൽ കെട്ടിയിട്ട ഉടനെ തന്നെ ആ ബാലകൻ എന്താ ചെയ്തത്? അഗ്രാഭി വാഗ്ഭി അഭിതുഷ്ടാവ, അഗ്രമായിട്ടുള്ള വാക്കുകളെ കൊണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും നല്ല വാക്കുകൾ, ഏറ്റവും ആദ്യം പറയേണ്ടതായിട്ടുള്ള വാക്കുകൾ, അതുകൊണ്ടാണ് അഗ്രാഭി. അഗ്രപൂജ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്, ആദ്യം ഏറ്റവും മുമ്പ് ആരെയാണോ പൂജിക്കേണ്ടത് അതാണ് അഗ്ര്യം. അഗ്രഭാഗത്തുള്ളത് അഗ്ര്യം. അപ്പോൾ ഏറ്റവും ഉത്തമമായ ഭാഷകൾ കൊണ്ട് ആ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. അഗ്രാഭിഹി വാഗ്ഭിഹി സുരൗ അഭിതുഷ്ടാവ. ഏതൊക്കെ സുരന്മാരെ? ഇന്ദ്രം ഇന്ദ്രാനുജം സുരൗ, ഇന്ദ്രനെയും ഇന്ദ്രാനുജനെയും. ഇന്ദ്രൻ എല്ലാവർക്കും അറിയുന്ന ഇന്ദ്രൻ. ഇന്ദ്രാനുജൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ അനുജൻ എന്നുള്ള രീതിയിൽ വിഷ്ണുവിനെ സ്തുതിക്കാറുണ്ട്. വാമനാവതാരത്തിൽ വാമനൻ ഇന്ദ്രന് താഴെ ജനിച്ചവനാണ് അതേ അച്ഛനമ്മമാർക്ക്. കശ്യപനും അതിഥിക്കും ജനിച്ചവനാണെന്നുള്ളത് കൊണ്ട് ഇന്ദ്രാനുജൻ എന്നും ഉപേന്ദ്രൻ എന്നും ഒക്കെ വിഷ്ണുവിനെ പറയാറുണ്ട്. വിഷ്ണുവിൻ്റെ പേരുകളാണ്. അവരെ രണ്ടുപേരെയും, രണ്ട് സുരന്മാരെയും രണ്ട് ദേവന്മാരെയും എന്തു ചെയ്തു? ഈ വാഗ്ഭി, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് ഈ ബാലകൻ അഭിതുഷ്ടാവ, മുനിപുത്രകനായിട്ടുള്ള ആ ശുനശേപൻ ഈ രണ്ട് ദേവന്മാരെയും, ഇന്ദ്രനെയും ഇന്ദ്രാനുജനായിട്ടുള്ള വിഷ്ണുവിനെയും സ്തുതിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ സ്തുതി കേട്ടിട്ട് എന്താ ഉണ്ടായത്? തതഃ പ്രീത സഹസ്രാക്ഷോ രഹസ്യ സ്തുതിതോഷിത ദീർഘമായുസ്തദാ പ്രാദാച്ഛുനശേപായ വാസവ. അങ്ങനെ തതഃ പ്രീത സഹസ്രാക്ഷ, അങ്ങനെ ശുനശേപന്റെ ആ സ്തുതി കൊണ്ട് സന്തുഷ്ടനായി തീർന്ന ആ സഹസ്രാക്ഷൻ ഇന്ദ്രൻ, അതെങ്ങനെയുള്ള സ്തുതിയായിരുന്നു? രഹസ്യസ്തുതി ദോഷിത, അതെല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. വിശ്വാമിത്ര മഹർഷി വളരെ കയ്യിലെണ്ണാവുന്ന ശിഷ്യന്മാർക്ക് മാത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ളതായ ഒരു സ്തുതിയാണത്. അതുകൊണ്ട് അതിൻ്റെ പേര് പറയാണ് രഹസ്യസ്തുതി. രഹസ്യമായിട്ടുള്ള ആ സ്തുതി കൊണ്ട് സന്തോഷിപ്പിക്കപ്പെട്ടവനായിട്ടുള്ള ഇന്ദ്രൻ വളരെയധികം സന്തോഷവാനായി തീർന്നു. സഹസ്രാക്ഷ പ്രീത, വളരെയധികം സന്തുഷ്ടനായി തീർന്നിട്ട് എന്തൊരനുഗ്രഹമാണ് ആ ബാലകന് നൽകിയത്? അതാണ് ദീർഘമായുസ്തദാ പ്രാദാത് ശുനശേപായ വാസവ. ആ വാസവൻ, സഹസ്രാക്ഷനായിട്ടുള്ള വാസവൻ ശുനശേപനായിക്കൊണ്ട് ദീർഘം ആയുഹു തഥാ, അപ്രകാരം മന്ത്രങ്ങളെ കൊണ്ട് ഇന്ദ്രനെ സ്തുതിച്ചപ്പോൾ ഇന്ദ്രൻ ആ ബാലകനായിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വരം കൊടുത്തു. അതെന്താണ്? ദീർഘമായിട്ടുള്ള ആയുസ്. ഇപ്പോൾ ഒന്നും മരിക്കില്ല, പെട്ടെന്നൊന്നും മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വരില്ല. ഇവിടെ യാഗം ചെയ്യുമ്പോൾ യജ്ഞപശുവായി തീർന്നാൽ പിന്നെ ജീവൻ പോകുന്നല്ലേ വഴിയുള്ളൂ. പക്ഷെ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വിശ്വാമിത്രൻ കണ്ടുപിടിച്ചതായിട്ടുള്ള വഴിയാണ് ഈ ഗാഥകൾ രണ്ടെണ്ണം കൊണ്ട് ഇവരെ സ്തുതിക്കുക എന്നുള്ളത്. അത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ബാലകൻ ശുനശേപൻ ചെയ്തത്. അങ്ങനെ ഇന്ദ്രന് വളരെയധികം സന്തോഷമായി എന്ന് മാത്രമല്ല, ശുനശേപായ ദീർഘം ആയു തഥാ പ്രാദാത്, ആ വാസവൻ ഇന്ദ്രൻ ശുനശേപനായിട്ട് ദീർഘായുസ് എന്ന അനുഗ്രഹം നൽകി. അപ്പോൾ പെട്ടെന്ന് മരിക്കും, യജ്ഞപശുവായിട്ട് പെട്ടെന്ന് തന്നെ ജീവൻ പോവേണ്ടി വരുമെന്നുള്ള പേടിയൊക്കെ അതോടുകൂടി തീർന്നു. ദീർഘമായിട്ടുള്ളൊരു ആയുസ് ഇന്ദ്രൻ ഈ ബാലകന് നൽകുകയും ചെയ്തു. സചരാജ നരശ്രേഷ്ഠ യജ്ഞസ്യ ച സമാപ്തവാൻ ഫലം ബഹുഗുണം രാമ സഹസ്രാക്ഷ പ്രസാദജം. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. വിശ്വാമിത്രോ വിധർമാത്മാ ഭൂയസ്തേവേ മഹാതപാഃ പുഷ്കരേഷു നരശ്രേഷ്ഠ ദശവർഷശതാനി ച. ആ രാജാവാകട്ടെ, അല്ലയോ നരശ്രേഷ്ഠ ശ്രീരാമ, ആ രാജാവായിട്ടുള്ള അംബരീഷൻ യജ്ഞസ്യ ഫലം ലബ്ധ്വ, യജ്ഞത്തിന് ഫലം കിട്ടി എന്നുള്ളത് കൊണ്ട് സമാപ്തവാൻ, ആ യാഗം അവസാനിപ്പിച്ചു. യജ്ഞത്തിന് ഫലം കിട്ടുക എന്ന് പറയുന്നത് ഇന്ദ്രൻ്റെ പ്രസാദം കൊണ്ട് എല്ലാം മംഗളകരമായിട്ട് ഭവിച്ചു. ശുനശേപന് അദ്ദേഹത്തിന് ആയുസ്സും കിട്ടി. അംബരീഷൻ്റെ കർമ്മങ്ങളൊക്കെ വളരെ ഫലവത്താകുകയും എല്ലാവർക്കും അതുകൊണ്ട് സന്തോഷവും അതുപോലെ ധനവും വളരെയധികം സമ്പത്തും ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ യാഗം ഫലപ്രദമായി എന്ന് കണ്ടപ്പോൾ രാജാവ് എന്ത് ചെയ്തു?
വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് യജ്ഞത്തിന് സമാപനം കുറിച്ചു. ഫലം ബഹുഗുണം രാമ സഹസ്രാക്ഷ പ്രസാദജം. സഹസ്രാക്ഷന്റെ ഇന്ദ്രന്റെ പ്രസാദം കൊണ്ട് വളരെയധികം ഫലങ്ങൾ ഉണ്ടായി. എല്ലാവർക്കും നന്മ മാത്രമേ ഉണ്ടായുള്ളൂ. അതാണല്ലോ ശുനശേപൻ ആഗ്രഹിച്ചത്. തനിക്ക് മരിക്കാൻ കഴിയില്ല, താൻ അനാഥനാണ്, പക്ഷെ മരിക്കാൻ താല്പര്യമില്ല. എന്നാൽ രാജാവിന് എന്താണ് ഉദ്ദേശിച്ചത്, ആ ഫലം കിട്ടുകയും വേണം. അങ്ങനെ യജ്ഞത്തിന് ഒരു വിഘ്നമൊന്നും സംഭവിക്കരുത്. ഇങ്ങനെ പല മോഹങ്ങളും ശുനശേപന്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ ശുനശേപൻ വിശ്വാമിത്രനോട് പറയുകയും ചെയ്തു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് തൻ്റെ മക്കളെ യജ്ഞപശുക്കളാക്കി വിടാമെന്ന് വിശ്വാമിത്രൻ വിചാരിച്ചത്. അത് നടന്നില്ല. ഉടനെ തന്നെ അതിനൊരു മറ്റൊരു പോംവഴി കണ്ടെത്തി. അതാണ് 2 ഗാഥകൾ പഠിച്ചിട്ട് വിഷ്ണുവിനെയും ഇന്ദ്രനെയും സ്തുതിച്ചാൽ യാഗം സഫലമാവും എന്ന് പറഞ്ഞു കൊടുത്തത്. അതിനനുസരിച്ച് ഇവരെ സ്തുതിച്ചപ്പോൾ ഇന്ദ്രന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഈ ബാലകന് ദീർഘമായിട്ടുള്ള ആയുസ്സും കിട്ടി. അതോടൊപ്പം തന്നെ അംബരീഷൻ നടത്തിയ യാഗം വളരെ ഫലവത്താവുകയും ചെയ്തു. ഫലം ബഹുഗുണം രാമ സഹസ്രാക്ഷ പ്രസാദജം. സഹസ്രാക്ഷന്റെ ഇന്ദ്രന്റെ പ്രസാദം കൊണ്ട് ആ യാഗത്തിന് വളരെയധികം സമ്പത്ത് കൈവരുകയും ചെയ്തു എന്നർത്ഥം. അവസാനത്തെ ശ്ലോകത്തിൽ പറയാണ്, വിശ്വാമിത്രോപി ധർമാത്മാ ഭൂയസ്തേപേ മഹാതപാ. അങ്ങനെ ഒരു തൻ്റെ സഹോദരിയുടെ പുത്രൻ ദീർഘായുസായി അദ്ദേഹം വിചാരിച്ചത് ഒക്കെ നടത്തി കൊടുത്തു എന്നുള്ളത് കൊണ്ട് പിന്നെ വിശ്വാമിത്രൻ തപസ് അവസാനിപ്പിക്കുകയൊന്നും ചെയ്തില്ല. വിശ്വാമിത്രൻ രാജാവായിരുന്നു, എന്നിട്ടാണ് ഋഷിയായത്, രാജർഷിയായത്. അദ്ദേഹം ചിരകാലം പിന്നെയും തപസ് തുടർന്നു. അതാണ് വിശ്വാമിത്രോപി ധർമാത്മാ ഭൂയസ്തേപേ മഹാതപാഹ. വിശ്വാമിത്രൻ, വളരെ ധാർമ്മികനായിട്ടുള്ള ആ വിശ്വാമിത്രൻ പിന്നെയും തപസ് ചെയ്തു, യാഗങ്ങളൊക്കെ ചെയ്തു. എവിടെ ഇരുന്നിട്ട്? പുഷ്കരേഷു നരശ്രേഷ്ഠ ദശവർഷ ശതാനിച. പുഷ്കര തീർത്ഥത്തിന്റെ കരയിൽ ഇരുന്നു കൊണ്ട് 1000 സംവത്സരകാലം പിന്നെയും വിശ്വാമിത്രൻ തപസ് ചെയ്തു, തപസ് തുടർന്നു എന്നാണ് പറയണത്. അങ്ങനെ വീണ്ടും ഒരു കാര്യം കൂടി ഫലവത്താക്കി. ത്രിശങ്കുവിന് വേണ്ടിയിട്ട് പുതിയൊരു സ്വർഗം ഉണ്ടാക്കിയതുപോലെ തന്നെ ശുനശേപനെ യജ്ഞപശുവാക്കിയിട്ട് അച്ഛനമ്മമാര് അംബരീഷന് നൽകിയെങ്കിലും ശുനശേപനെ രക്ഷിക്കുക എന്നുള്ള വളരെ ഉദാത്തമായിട്ടുള്ളൊരു പ്രവൃത്തിയും വിശ്വാമിത്രൻ ലോകത്തിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാണ് ഈ ഒരു ദശകം അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. രാജസിംഹ മഹാബുദ്ധേ ശീഘ്രം ഗച്ഛാമഹേ വയം നിർവർത്തയസ്വ രാജേന്ദ്ര ദീക്ഷാം ച സമുപാഹര. തദ്വാക്യം ഋഷിപുത്രസ്യ ശ്രുത്വാ ഹർഷസമന്വിത ജഗാമ നൃപതി ശീഘ്രം യജ്ഞവാടമതന്ത്രിത. സദസ്യാനുമതേ രാജാ പവിത്രകൃതലക്ഷണം പശും രക്താംബരം കൃത്വാ യൂപേതം സമബന്ധയത്. സബദ്ധോ വാഗ്ഭിരഗ്രാഭിരഭിദുഷ്ടാവൈസുരൗ ഇന്ദ്രമിന്ദ്രാനുജം ചൈവ യഥാവന്മുനിപുത്രകഃ. തതഃ പ്രീതഃ സഹസ്രാക്ഷോ രഹസ്യ സ്തുതിദോഷിത ദീർഘമായുസ്തദാ പ്രാദാച്ഛുനശേപായ വാസവഃ. സ ച രാജാ നരശ്രേഷ്ഠ യജ്ഞസ്യ ച സമാപ്തവാൻ. ഫലം ബഹുഗുണം രാമ സഹസ്രാക്ഷ പ്രസാദജം. വിശ്വാമിത്രോപി ധർമാത്മാ ഭൂയസ്തേപേ മഹാതപാഃ. പുഷ്കരേഷു നരശ്രേഷ്ഠ ദശവർഷശതാനി ച. അങ്ങനെ വിശ്വാമിത്രൻ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് ആ പുഷ്കരത്തിന്റെ തീരത്ത് തന്നെ ഇരുന്നു കൊണ്ട് തപസ് ചെയ്ത് അങ്ങനെ കാലം കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ദശകം അവസാനിപ്പിക്കുന്നത്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.